എണീക്ക്. ക്ഷീണം കാരണം കിടന്നിരുന്നു. ഇത് കളഞ്ഞോ? കൊള്ളൂലടാ. എണീറ്റ്. അങ്ങനല്ല, എണീറ്റ് തിന്നണം. ഇതെന്തോ ഇത്? ലിയോ ഒരു പൂച്ചേനെ പിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നിരുന്നു. അപ്പം അതിനെക്കുറിച്ച് പറയാം. ഇവിടെ വന്നിരിക്കണം. പേരക്ക വേണമെങ്കിൽ ഇവിടെ വന്നിരിക്കണം. ഞാൻ തരും. നല്ല പേരക്ക എടുക്കട്ടെ. നല്ല പഴുത്ത പേരക്ക. ഇവിടെ ഇരിക്കണം. ചെറുത്തി റെഡിയാക്കി തരും. കേടുണ്ടോ? അവിടെ ഇരിക്കുക രണ്ടുപേരും. ഏറ്റവും ഇരിക്കുക. അവിടെ ഇരുന്നേ. ഇരിക്കുക. നോക്കട്ടെ പേരയ്ക്ക അതിൽ നോക്കട്ടെ. ആർക്കാ പേരയ്ക്ക വേണ്ടേ? ആർക്കാ പേരയ്ക്ക വേണ്ട? ആർക്കാ? ഓടി വാ. ആർക്കാ പേരയ്ക്ക വേണോ? ആദ്യം ഞാൻ തിന്നട്ടോ അതോ നീ തിന്നോ? ആദ്യം ആര് തിന്നു? ഞാൻ തിന്നട്ടാ? ഞാൻ തിന്നട്ടാ? എന്നാ പിന്നെ ഞാൻ തിന്നാം. കൊച്ചു തിന്നു. എൻ്റെ മോൻ തിന്നു. നല്ല പേരയ്ക്ക തിന്നു. കിടന്നിരുന്നോ? എണീക്ക്. ക്ഷീണം കാരണം കിടന്നിരുന്നു. ഇത് കളഞ്ഞോ? കൊള്ളൂലടാ. എണീറ്റ്. അങ്ങനല്ല, എണീറ്റ് തിന്നണം. ഇതെന്തോ ഇത്? അല്ല പിന്നെ താഴെ പോയപ്പോ എടുത്തു കൊടുക്കണം. പൂനാച്ച ചെറുക്ക. എണീറ്റ് തിന്നടാ. എണീക്കടാ. ഇങ്ങനെയാണോ തിന്നുന്ന? നല്ല രുചിയാ. തിന്നു നോക്കി. നല്ലതാ. ഇഷ്ടപ്പെട്ടില്ലേ മക്കളെ? പേരയ്ക്ക ഇഷ്ടപ്പെട്ടില്ലേ? കുട്ടി എന്റെ നല്ല നല്ല മധുരം ഉണ്ടോ നോക്കി. ഇങ്ങോട്ട് നോക്ക്. മധുരം ഉണ്ടോ നോക്കി. മധുരം ഉണ്ടെങ്കിൽ പറയണേ. അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം തിന്ന് കാണിക്കാം. തിന്നുന്നാണ്. നോക്ക്. വേണ്ട ഇങ്ങോട്ട് നോക്ക്. നല്ലതാ. മധുരം ഉണ്ടോ? അതാണ് തിന്നാൻ പറഞ്ഞേ. കളയാതെ. മോന് വേണോ? നല്ലതാടാ. അത് നോക്കൂ. മധുരമൊക്കെ ഉണ്ട്. നല്ല മധുരമുള്ള പേരയ്ക്ക. തിന്നോ? പൂനാച്ച ഉണ്ടല്ല. പൂനാച്ച ചെറുക്ക ചവച്ചങ്ങോട്ട് തിന്നാണ്. എൻ്റെ ലേക്ക് കൂട്ടി ഇപ്പം തിന്നും അല്ലേ തന്നെ? പേരയ്ക്ക എന്നാ നല്ലതല്ലേ? വൈറ്റമിൻ സി ആ. തിന്നു. ഒരുപാട് കുരുവൊന്നും അങ്ങനെയുള്ളതല്ല. നല്ലതാണോ? ഇതെല്ലാം തിന്നണം. അതാണ്ട് എത്രയും കൂടെ ഉണ്ട്. ഇത് നിങ്ങൾ തിന്നേ പറ്റൂ. നിങ്ങൾ തിന്നത് നിങ്ങൾ തന്നെ തിന്നോണം. തിന്നു. ചെറുതാക്കി മുറിച്ച് തരണം. ഇച്ചിരി തിന്നണം. ശകലം. മധുരം ഉണ്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? മധുരം വേറെ ബാക്കിയുള്ളതിന് അതുപോലുള്ള മധുരം ഇല്ല. അതാണ് പ്രധാന കാരണം. അപ്പം നിങ്ങൾ കൊടുത്താലേ ഇതിനകത്തുള്ളെങ്കിൽ ഞാൻ കൊടുത്താലേ ഇതിനകത്തുള്ളെങ്കിൽ ഇനി നീ ചിരിക്കണ്ട. ചിരിച്ചു കാണിക്കുന്നോടാ. ഞാൻ തന്നിട്ട് തിന്നാൻ എന്താ? അച്ഛൻ തരുമ്പോ തിന്നുമെന്ന് എനിക്കറിയാം. കണ്ടാ ഇപ്പൊ വല്ല കുഴപ്പമുണ്ടോ തിന്നതിന്? ഇപ്പം വല്ല കുഴപ്പമുണ്ടോ അവന് തിന്നുന്നതിന്? ഞാൻ കൊടുക്കുമ്പോ നല്ല അവന് ഭയങ്കര പൂനാച്ച. കണ്ടാ രണ്ടുപേരും വന്ന് മേടിച്ചിരുന്നു. ഇനി ഞാൻ ഒരു വക തരത്തില്ല. നോക്കിക്കോ. കത്തി താഴെപ്പുറത്തി. എന്തൊരു കഷ്ടമായി പോയി. കണ്ട ഞാൻ ഇനി തരൂല്ല കേട്ടോ. ഞാൻ തന്നപ്പോ തിന്നില്ലല്ലോ. ലിയോ ചിരിക്കണ്ട. കള്ളൻ. എടാ കള്ള. താഴെ വീണിട്ട് എടുത്ത് നമുക്കൊരു പ്രശ്നമില്ല. ഞാൻ കൂട്ടില്ലേ? വേണ്ട.
അതിന്റെ രുചി അത്ര പിടിക്കുന്നില്ല. അത്ര പിന്നെ അച്ഛൻ തന്നതല്ലേ തിന്നണമെന്ന് വെച്ചിട്ട് അതുകൊണ്ട് പിന്നെ അങ്ങനെ തിന്നുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വലിയ താല്പര്യം ഇല്ലടി. അപ്പൊ എന്റെ അടുത്ത് കാണിച്ചതൊക്കെ ഓക്കെയാ. അപ്പൊ ഇന്ന് പിന്നെ വേറൊരു കാര്യം പറയാൻ കൂടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ലിയോ ഒരു പൂച്ചേനെ പിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നിരുന്നു. അപ്പം അതിനെക്കുറിച്ച് പറയാം. അപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യണ്ടെന്ന് തന്നെയാണ് ആദ്യം വിചാരിച്ചത്. കാര്യം പിന്നെ അങ്ങനൊരു സംഭവമാണ് നടന്നത്. പിന്നെ ചെയ്ത കാരണം അപ്പം ഇവൻ വാക്സിൻ എടുത്തിട്ടുള്ള ആളാണ് നേരത്തെ. കൃത്യമായിട്ട് വാക്സിൻ എടുക്കും, വർഷം വാക്സിൻ എടുക്കുന്നതാണ്. വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരം ഏതെങ്കിലും ഒരു ജീവികളിൽ നിന്ന് ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞ് ഇവർക്ക് പിന്നെ മുറിവോ വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ വീണ്ടും വാക്സിൻ എടുക്കണം. വീണ്ടും രണ്ടാമത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു കോഴ്സ് 3 ദിവസമാണ് വാക്സിൻ എടുക്കേണ്ടത്. 1-ാമത്തെ ദിവസം കടിയേറ്റ ദിവസം, പിന്നെ അത് കഴിഞ്ഞ് 3-ാം ദിവസം, അത് കഴിഞ്ഞ് 5-ാം ദിവസം, അങ്ങനെ 3 വാക്സിൻ എടുക്കണം. അപ്പോൾ ഇവനും ആ വാക്സിൻ എടുത്ത് ഈ രണ്ടാമത്തെ വാക്സിൻ, അതായത് 3-ാം ദിവസം, ആദ്യത്തെ വാക്സിൻ എടുത്ത് 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് വാക്സിൻ എടുക്കാൻ വന്നപ്പോഴാണ് ഞങ്ങൾ ആ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ചെയ്തതിനിടയ്ക്ക് ഞാൻ ചിരിച്ചത് കാരണം, അപ്പോൾ ഇവന് ആദ്യം പിന്നെ ഞങ്ങൾ ഈ പൂച്ചേനെ കടിച്ചു. ഞാൻ പരമാവധി രക്ഷപ്പെടുത്താൻ ഞാൻ നോക്കി. ആ പൂച്ചയുടെ ഇവരുടെ പിന്നാലെ ഞാൻ ഓടിയെത്തത്തില്ല. എന്നിട്ട് ഞാൻ ഓടി അങ്ങ് ചെന്നിട്ട് പിന്നെ അപ്പം ചെല്ലുമ്പോൾ അവൻ്റെ മുഖത്തിരിക്കുകയാണ് പൂച്ച. ഇവൻ കടിച്ചും പിടിച്ചിരിക്കുക. ഞാൻ പെട്ടെന്ന് എനിക്ക് ഒരു പൂച്ചയെ പിടിക്കാൻ പറ്റില്ല. പൂച്ച പിടിച്ചാൽ പൂച്ച എന്നെ കടിക്കും. അപ്പോൾ ഒരു വിധത്തിൽ ഇവനെ പിടിച്ചിട്ടാണ് പൂച്ചയെ താഴെ ഇട്ടത്. താഴെ ഇട്ടിട്ട് പിന്നെ ഞാൻ രക്ഷപ്പെടുത്താനൊക്കെ വെള്ളമൊക്കെ കൊടുത്ത് രക്ഷപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചു നോക്കി. അവരെ മാറ്റിയിട്ട് ചത്തുപോയി. കാര്യം പിന്നെ എന്തോ വാക്കല്ലാതെ പിടിച്ചതാണ്, സംഭവിച്ചു പോയി. കാര്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാനും പറ്റത്തില്ല. കാര്യം ഇവരുടെ ആ ഒരു സ്വഭാവമാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ്. എന്നിട്ട് വന്ന് പിന്നെ ഇവനെ കൊണ്ടുവന്നിട്ട് ഇവൻ്റെ ചെവിയിലും മുഖത്തും കണ്ണിൻ്റെ അവിടെയൊക്കെ മുറിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ കൊണ്ടുവന്ന് നന്നായിട്ട് പിടിച്ച് സോപ്പിട്ട് കഴുകി. അപ്പോൾ നമുക്കറിയാം പിന്നെ ഈ ഒരു മുറിവിൽ സോപ്പും പതയും കൂടെ വീണാൽ എന്തായിരിക്കും സ്ഥിതി. അവിടെ ബഹളമായിരുന്നു. എന്നിട്ടും പിടിച്ച് നിർത്തിയിട്ട് അത് വൃത്തിയായിട്ട് കഴുകി. എന്നിട്ട് കൊണ്ടുവന്നിട്ട് ചെവി തൊടാൻ സമ്മതിക്കത്തില്ല. ചെവിയിൽ നല്ല മുറിവ് കിട്ടി. അപ്പോൾ അതിൻ്റെ കൂടെ വൈകിട്ട് ഇഞ്ചക്ഷൻ. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഇവനെ കളിയാക്കി ചിരിച്ച ആണ് ഞാൻ അങ്ങനെ പിന്നെ സംസാരിച്ചത്. അല്ലാതെ ഈ സംഭവം നടന്നിട്ടൊരു 3 ദിവസം കഴിഞ്ഞു. ആ വിഷയം വിട്ടു. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, രക്ഷപ്പെടുത്താനേ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ ഇവനെ പരിഹസിച്ച് കളിയാക്കി സംസാരിച്ച് ചിരിച്ചതാണ്. നിങ്ങൾ ഒരുപക്ഷെ പിന്നെ കുറച്ച് ആളുകൾ ഞാൻ ഇത് പിന്നെ പൂച്ച അതിനെ കൊന്നിട്ട് ചിരിച്ചു സംസാരിച്ചു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചു. സോറി. ഇത് എൻ്റെ മനസ്സിൽ ഇവൻ്റെ ആ ഒരു വെപ്രാളം. ഡോക്ടർ വരുമ്പോൾ കാര്യം ആകെ വേദനയായിട്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഡോക്ടറോട് വന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു വെപ്രാളമൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ആ ചിരി വന്നത്. കാര്യം അവൻ ചോദിച്ച് മേടിച്ചതാണ്. അല്ലാതെ പിന്നെ ഈ പലരുമൊക്കെ ഉദ്ദേശിക്കുന്നത് പോലെ ഇങ്ങനൊരു സംഭവം പിന്നെ സന്തോഷിച്ച് പിന്നെ പറഞ്ഞതല്ല, അല്ലെങ്കിൽ ചിരിച്ച് പറഞ്ഞതല്ല. ഞങ്ങൾക്ക് വിഷമമുണ്ട്. കാര്യം നേരത്തെ ഇതുപോലെ ഇവർ വരുമ്പം പൂച്ച വരുമ്പം ഞങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ഇവരെ അടച്ചിട്ടിട്ടാണ് ഞങ്ങൾ അതിന് ഭക്ഷണം കൊടുക്കുന്നത്. ഇവിടെ പിന്നെ ഇടയ്ക്കൊക്കെ വരുന്നതാണ്, സ്ഥിരമായിട്ടല്ല, വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ വരും. പിന്നെ ബാക്കിയുള്ള ജീവജാലങ്ങളും അത് തന്നെ. ഇവിടെ പിന്നെ അണ്ണാനും പ്രാവും കാക്കയും അങ്ങനെയുള്ള ജീവികൾ, അവരുടെ അടുത്തൊന്നും വലിയ ശല്യമില്ല. ഇവരാകെയുള്ള പ്രശ്നം വേറെ പൂച്ച, വേറെ നായ. ഈ 2 ജീവികളെ ഈ പരിസരത്ത് കാണാൻ പറ്റത്തില്ല. ഇവർ അറ്റാക്ക് ചെയ്യും. അതുപോലെ പിന്നെ ഈ നമ്മുടെ പിന്നെ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞായിരുന്നു ഒരു പൂച്ചനെ മേടിച്ച് വളർത്താൻ. അപ്പോൾ അത് നടക്കില്ല. കാര്യം പിന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഒരു 3 മാസത്തോളം ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ ഒരു നായക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. ഇതിലേക്കായിട്ട് പൊരുത്തപ്പെട്ടില്ല. 3 മാസം. അപ്പോൾ അവളുടെ മുമ്പിലേക്ക് ഒരു പൂച്ചയൊക്കെ വന്നു കഴിഞ്ഞാലുള്ള സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ശ്രമിക്കാത്തത്. അല്ലാതെ പൂച്ചയെ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. ഒരു പൂച്ച വേണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഒരു പൂച്ചയെ തരാമെന്ന് പറഞ്ഞു, പേർഷ്യൻ പൂച്ചയെ. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതാണ് സ്ഥിതി. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. എന്ന് വെച്ച് ഇവർക്ക് മനുഷ്യരടുത്ത് അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ ഇവരെ കാണാൻ ഒരുപാട് പേര് വരുന്നതാണ്. വരുന്നവരുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. പിന്നെ അവരുമായിട്ട് അപ്പം ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെക്കാളും കൂടുതൽ ഇഷ്ടം ഗസ്റ്റിൻ്റെ അടുത്തായിരിക്കും അവന്. അവരുമായിട്ട് അങ്ങ് പിന്നെ ഇടപഴകി അവരുടെ കൂടെ നടന്ന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ലിയോ.
ലിയോ സാധാരണ ഓടിച്ചു വിടത്തേ ഉള്ളായിരുന്നു. എന്ത് പറ്റിയോ എന്തോ പൂച്ച കടിക്കാൻ. നേരത്തെ ഇതുപോലെ പിന്നെ ഇവിടെ വരുമ്പം പൂച്ചയെ കണ്ടാലും ചിലപ്പോ ഓടിച്ചാല് അപ്പുറത്ത് നമ്മുടെ ബൗണ്ടറി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ ശ്രദ്ധിക്കത്തില്ല. നമ്മുടെ ബൗണ്ടറിക്ക് അപ്പുറത്ത് വിടും. വിട്ട് കഴിഞ്ഞാല് പിന്നെ അവരെ ശ്രദ്ധിക്കത്തില്ല. പിന്നെ മറ്റൊന്ന് സാധാരണ മറ്റ് ഇവിടെയൊക്കെ നായ്ക്കുട്ടികളൊക്കെ വന്നിട്ട് അവർ ഓടിച്ചിട്ടുണ്ട്. അത് കാണുന്നത് അവിടെ ചെന്നിട്ട് അവരങ്ങ് കിടക്കും. ഇവനെ ഇവർ രണ്ടും കൂടെ അങ്ങ് പാഞ്ഞ് അടുത്ത് ചെന്ന് കഴിയുമ്പോഴേ അവരങ്ങ് കിടക്കും. ഞാൻ തോറ്റു എന്ന് പറഞ്ഞ്. അപ്പം ഉടനെ തന്നെ അവർ ആ ദൗത്യം മതിയാക്കി തിരിച്ചു പോകുന്നു. ഇത് തന്നെയാണ് ഇതുവരെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇവരുടെ അത് ലയിക്കാണ് എല്ലാത്തിനും കാര്യം എന്ന് പറഞ്ഞാൽ അവളുടെ മൂക്ക് ഭയങ്കരമാണ്. കാര്യം ഈ പരിസരത്ത് എവിടെയെങ്കിലും ഒരു പൂച്ചയോ നായയോ മറ്റേതെങ്കിലും ഒരു ജീവി വന്നാൽ ആദ്യം അറിയുന്ന ലേക്കായിരിക്കും. ലേക്ക് എന്നിട്ട് ഇവനെ വിളിച്ചുണർത്തിയിട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇത് പിന്നെ സംഭവിച്ചു പോയി. എന്താ ചെയ്യുന്നത്? നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു നോക്കി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അത് അങ്ങനെ ആ വിധിയാണെന്ന് സമാധാനിക്കുക. അല്ലാതെ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. അല്ലാതെ എന്താ അതിനെ ഓർത്ത് അല്ലെങ്കിൽ പൂച്ചയെ കൊന്നിട്ട് ചിരിച്ച അങ്ങനെ ചിരിച്ചതല്ല. അവര് പൂച്ചയെ കൊന്ന് ചിരിച്ചത് വലിയ കാര്യമായിപ്പോന്ന് വെച്ചിട്ടല്ല ചിരിച്ചത്. യവന്റെ ആ എന്താ വെപ്രാളവും വിഷമവും ചോദിച്ചു മേടിച്ചിട്ട് ഡോക്ടർ വരുമ്പോഴുള്ള ആ ഡോക്ടറുടെ അടുത്തുള്ള പെരുമാറ്റവും അല്ലെങ്കിൽ നമ്മളെടുത്തും എന്തൊരു ദേഷ്യമായിരുന്നു കാണിക്കാൻ ചെല്ലുമായിരുന്നു. അല്ലെങ്കിൽ സാധാരണ ഡോക്ടറല്ല ആര് വന്നാലും വരുന്നവരുമായിട്ട് നല്ല കമ്പനി ആവുന്നതാണ്. ഇത് ഡോക്ടറെ കൊല്ലാൻ ചെല്ലുക, എൻ്റെ കുറച്ചുകൊണ്ട് വരിക, ചെവിയിൽ മുഖത്തൊന്നും തൊടാൻ സമ്മതിക്കത്തില്ല. ഈ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് ഞാനങ്ങ് ചിരിച്ചു പോയതാണ്. പിന്നെ ഇത്തിരി കുറഞ്ഞപ്പോഴല്ലേ നമ്മളത് ആ വേദനയൊക്കെ മാറിയപ്പോൾ നമ്മൾ വീഡിയോ എടുത്തത്. കിട്ടിയില്ലേ? ചെവിയിലൊക്കെ കിട്ടിയില്ലേ? ഇനിയും പൂച്ച പിടിക്കാൻ ഒക്കെ പാടുണ്ട്. ചെവിയിലെല്ലാം എപ്പോഴും പാടുണ്ട്. ആ മുറിവിന്റെ പാടുകളുണ്ട്. മറ്റേ ഇങ്ങനെ ചെവിയിൽ തൊടാൻ സമ്മതിക്കത്തില്ല അവൻ. അയ്യോ കൊല്ലുമായിരുന്നു. അതിന് വേദന കാണുന്നു. ചെവി എന്നൊക്കെ പറഞ്ഞാൽ നല്ല മാർദ്ദമാണ്. അപ്പൊ അങ്ങനെ ഇവരെ കളിയാക്കി ചിരിച്ചതാണ്, അല്ലാതെ മറ്റൊരു രീതിയിലും അല്ല. ആരെങ്കിലും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ